ഹായ്, എസ് വി ഉള്ളിലാണ്. തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും റിസൾട്ട് എന്നതിനെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ള നിലപാട് പറയാതെ സേഫ് സോണിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരുതരം എസ്കേപ്പിസമാണ്. അതുകൊണ്ട് എന്തായിരുന്നു തെരഞ്ഞെടുപ്പിനെ അവലോകനം ചെയ്തത്, അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഉറപ്പായിട്ടും അതിനെ പറയേണ്ടതുണ്ട്. അത് തെറ്റിയാൽ അതിൻ്റെ രൂക്ഷ വിമർശനം കേൾക്കേണ്ടതുണ്ട്. കാര്യം നമ്മൾ അനുമാനിക്കുന്നത് തന്നെ കൃത്യമായി സംഭവിക്കണമെന്ന് വിചാരിക്കുന്നത് ഒരു വ്യക്തിയുടെ മൂഢചിന്തയുടെ ഭാഗമാണെന്ന് കരുതുകയാണ്. അല്ലെങ്കിൽ നമ്മൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ആക്രമിക്കപ്പെടും, നമ്മുടെ വാക്കുകളുടെ വാല്യൂ ഇല്ലാതാകുമെന്ന് ചിന്തിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പറയാൻ തോന്നിയിരുന്ന കാര്യങ്ങൾ പറയാതെ ഒളിച്ചു പോകുന്നത് ഒരുതരം ഭീരുത്വത്തിൻ്റെ ലക്ഷണമായിട്ട് കാണുക. അതുകൊണ്ട് തന്നെ പറയുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ 2 ദിവസം മാത്രം ശേഷിക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിലയിരുത്തൽ 76 സീറ്റിനകത്ത്, 75 എന്നാണ് ഞാൻ കരുതുന്നത്, 76 സീറ്റിനകത്ത് ഇടതുപക്ഷത്തിന് തുടർഭരണം ഉണ്ടാകുമെന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. കാര്യം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടുകളെ വിലയിരുത്തിയിട്ടും ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ശതമാനക്കണക്കും ഇതിനോടൊപ്പം തന്നെ സർവേ ഫലങ്ങളെല്ലാം കൂടി ഒന്ന് പരിശോധിച്ചതിന് ശേഷവും ഇടതുപക്ഷം പുറത്തുവിട്ട കണക്കുകൾ, പിന്നെ UDFൻ്റെ കണക്കുകളായിട്ടൊന്നും പുറത്തേക്ക് വന്നില്ല. അവർ കണക്ക് കഴിഞ്ഞതിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ അവലോകനം പോലും ഇല്ലാതെ ബൂത്ത് കമ്മിറ്റികളുടെ പോലും റിപ്പോർട്ട് കിട്ടാതെയാണ് ആവേശത്തോടു കൂടി പറയുന്നത് ഞങ്ങൾക്ക് വടക്കൻ കേരളം എണ്ണിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ മധ്യ കേരളത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും ഞങ്ങളുടെ അതായത് കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുമെന്നുള്ളത്. പക്ഷേ ഇടതുപക്ഷം കൃത്യമായിട്ട് ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ എടുത്തു. അത് എത്രത്തോളം കൃത്യമായിരിക്കും എന്നറിയില്ല. പക്ഷേ എന്നിരുന്നാലും ശരി, എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തലിൽ 76 സീറ്റാണ്. 76 സീറ്റ് കിട്ടാൻ കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ വിലയിരുത്തുന്നത് 98 സീറ്റിലാണ് നിലവിൽ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുന്നത്. 98 സീറ്റിൽ നിന്ന് ഇടതുപക്ഷത്തെ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 42 സീറ്റ് മാത്രമുള്ള UDFന് നിലവിൽ 30-ലേറെ സീറ്റുകൾ, ഏകദേശം 32ഓളം സീറ്റുകൾ അധികമായി നേടേണ്ടതുണ്ട്. നിലവിൽ ഇവർ പറയുന്ന ജില്ലകളിലെല്ലാം, അത് മലപ്പുറം ആയിക്കോട്ടെ അല്ലെങ്കിൽ എറണാകുളം ആയിക്കോട്ടെ, ഈ 2 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് ഉണ്ടാകുമെന്ന് പറയുന്നിടത്ത് നേരത്തെ അവർക്ക് ആ ജില്ലകളിൽ നിലവിൽ 16-ൽ നോക്കുകയാണെങ്കിൽ 3 മാത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത്. നിലവിൽ 2, അതായത് 3 സീറ്റ് മാത്രമാണ് ഇടതുപക്ഷത്തിനോടൊപ്പമുള്ളത്. അപ്പോൾ അതിൽ നിന്ന് 3 സീറ്റ് നഷ്ടപ്പെടുകയും ഒപ്പം തന്നെ എറണാകുളത്ത് നിലവിൽ 3ഓളം സീറ്റാണ്, അല്ലെങ്കിൽ 3-4 സീറ്റാണ് ഇടതുപക്ഷത്തിനൊപ്പമുള്ളത്. ആ 10 സീറ്റ്, ആ 4-3 7 സീറ്റ് കുറച്ചാൽ പോലും ഈ 98-ൽ നിന്ന് 7 സീറ്റ് അങ്ങനെ കുറച്ച് വന്നാൽ പോലും ഇവർ പറയുന്ന കണക്കുകളെ സാങ്കേതികമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു വലിയ സംശയം ഉണ്ടാകുന്നുണ്ട്. പറയുന്നത് പോലെ ഒരു വലിയ അണ്ടർ കറണ്ട്, അത് മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ഒത്തൊരുമിച്ച് അല്ലെങ്കിൽ വലിയ കൺസോൾട്ടേഷനിലൂടെ മറിക്കപ്പെടുന്നു എന്ന് ഇവർ അവകാശപ്പെടുന്ന സന്ദർഭങ്ങളിലും, എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എടുത്ത് പരിശോധിക്കുമ്പോൾ 7 എന്ന ജില്ലകളിലാണ് കൃത്യമായിട്ട് ആ അണ്ടർ കറണ്ട് ഉണ്ടായിട്ട് പോലും വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പോലും 7 ജില്ലാ പഞ്ചായത്തുകളിൽ ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു റിയാലിറ്റി കൂടിയാണ്. അങ്ങനെ കൂടി പരിശോധിച്ച് നോക്കുമ്പോൾ 76 സീറ്റിലേക്ക് കുറഞ്ഞു വരിക എന്നുള്ള, ഭൂരിപക്ഷം നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് 76ലേക്ക് എത്തുക എന്ന് പറയുന്നത് 75 74ലേക്കൊക്കെ എത്തുക എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാര്യം അത്രമാത്രം ഒരു വലിയ തിരിച്ചടി ഉണ്ടായാൽ പോലും അതിനപ്പുറത്തേക്ക് ഇവർ പറയുന്ന കണക്ക് കോൺഗ്രസ് നിലവിൽ ഈ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ എവിടെയൊക്കെ ഉണ്ടോ അവിടങ്ങളിൽ വിജയിച്ച് കയറുമെന്നാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ നോക്കുമ്പോൾ പലയിടങ്ങളിലും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ശിഥിലമായി പോയിട്ടുണ്ട്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സ്വന്തം നിലയ്ക്ക് പല മണ്ഡലങ്ങളിലും പ്രവർത്തിച്ച് വിജയിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള സംഘടനാ സംവിധാനമില്ല എന്നുള്ളതൊരു റിയാലിറ്റിയാണ് എന്ന് കരുതിക്കൊണ്ട് CPMന് അത് സംഭവിച്ചിട്ടില്ല, ഉണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിക്കുന്നിടത്തോളം നോക്കുമ്പോൾ പലയിടങ്ങളിലും അവരുടെ ഈ സംഘടനാ സംവിധാനം ദുർബലമായി പോയത് അത്തരത്തിലൊരു ശിഥിലീകരണത്തിൻ്റെ കാഴ്ചയായിട്ട് കാണുന്നുണ്ട്. പിന്നീട് ഈ പറയുന്ന കൺസോൾട്ടേഷനിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എത്രത്തോളം ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള കൃത്യമായ ചോദ്യം അവിടെ ഉയർത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് റിസൾട്ടും എല്ലാം വിലയിരുത്തിക്കൊണ്ടും സർവേ ഫലങ്ങളിൽ UDFന് 75 76, പരമാവധി ഒരു സർവേ മാത്രം, ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ മാത്രമാണ് 90 സീറ്റുകൾ. അതിനപ്പുറത്തേക്ക് ടുഡേയ്സ് ചാണക്യ പോലും പറയുന്നത്
ഒരു തൂക്ക് സഭയ്ക്ക് പോലും സാധ്യതയുണ്ടെന്നുള്ള നിലയ്ക്ക് ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് അത്രമാത്രം വലിയ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാര്യം ഉറപ്പിക്കാം. കാര്യം നിലപാടുകൾ പറയേണ്ടതുണ്ട്. പറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ വാക്കുകൾ അല്ലെങ്കിൽ നമ്മുടെ വിലയിരുത്തലുകൾ തെറ്റാണ്, ഇവൻ്റെ കാര്യങ്ങൾ വിലയിരുത്തലുകളൊന്നും ശരിയാകുന്നില്ല എന്നൊക്കെ ചിലർക്ക് പറയാൻ പറ്റുന്നവർ പറയട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ആനുകൂല്യങ്ങൾ, ലൈഫ് നിർമ്മാണ പദ്ധതിയിലൂടെ കൊടുത്ത വീടുകൾ, അതോടൊപ്പം തന്നെ ഈ പട്ടയങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിരവധി പേർക്ക് ഭൂരഹിതരായിരുന്നവരെ ഭൂമിയുള്ളവരാക്കി മാറ്റിയ ആ ഒരു രീതി, അതിനെ അംഗീകരിച്ചുകൊണ്ട് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തുടർച്ചയായിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ 3-ാം തവണ 76 സീറ്റോടുകൂടി അധികാരത്തിൽ വരാൻ തന്നെയാണ് സാധ്യത. ആ അനുമാനം തെറ്റിപ്പോകുന്നെങ്കിൽ 100% അത് ഉൾക്കൊള്ളുന്നു. എൻ്റെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകളിൽ പാളിച്ചകളുണ്ട് എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് ഇപ്പോഴത്തെ ആത്മവിശ്വാസവും ഇപ്പോഴത്തെ രീതിയിൽ ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണത്തിന് തന്നെ സാധ്യതയെന്ന് അടിവരയിട്ട് പറയുന്നു.